10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1 5 മാർക്കിൻ്റെ 11 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. ചോദ്യവും അതിൻ്റെ വിശകലനവും നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാഠം മാനവികത എന്ന ഭാഗത്ത് നിന്ന് ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യകേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു മാനവികത. വിശദമാക്കുക. നമുക്കറിയാം, ആ പാഠം 3 നൽകുന്നത് തന്നെ ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. ആ പാഠഭാഗം ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അതിലെന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുക? ഒന്ന്, മനുഷ്യർ കേന്ദ്രങ്ങളാകുന്നു. ദൈവികതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്കുള്ള ഒരു ചുവടുമാറ്റമാണ് മാനവികത, അറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യർ കേന്ദ്ര കഥാപാത്രങ്ങളായി മാറുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, മാനവികതാവാദികളുടെ പങ്ക്. പ്രധാനപ്പെട്ട മാനവികതാവാദികൾ മനുഷ്യരെ ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്ന് മാനവിക കാഴ്ചപ്പാടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് കലാസാഹിത്യ സൃഷ്ടികൾ. നിരവധി കലാസാഹിത്യ സൃഷ്ടികൾ ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയിട്ടുണ്ട്. അത് ചിത്രകലയായാലും ശില്പങ്ങളായാലും സാഹിത്യ സൃഷ്ടികളായാലും അതിലൊക്കെ ഇതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 പോയിൻറ്റുകൾ കുറച്ച് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് മുഴുവനും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ അതേ ചാപ്റ്ററിൽ നിന്ന് മാനവികത എന്ന അതേ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം സാധ്യതയുള്ളത്, നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല. ഉദാഹരണ സഹിതം സമർത്ഥിക്കുക. അതിൽ നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ സാധിക്കുക ആശയങ്ങൾ വരേണ്ടത് മനുഷ്യരൂപങ്ങളെ വ്യക്തമായി അവതരിപ്പിച്ചു. അതായത് മനുഷ്യ ശരീരശാസ്ത്രത്തെക്കുറിച്ചുള്ള അവബോധം അവരിലുണ്ടായി. ചിത്രങ്ങളുടെ സവിശേഷതകൾ പ്രകടമായി. വിവിധ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ, നിരവധി ചിത്രകാരന്മാർ, ഡൊണാറ്റല്ലോ, മൈക്കലാഞ്ചലോ, റാഫേൽ, ഇതുപോലെയുള്ള ഒരുപാട് ചിത്രകാരന്മാരും ശില്പികളും ഈ കാലഘട്ടത്തിൽ ഉദയം ചെയ്തിട്ടുള്ളതാണ്. അവരുടെ പങ്ക് നിർണായകമാണ്. ഈ 4 പോയിൻറ്റുകളും വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യം കൂടി സാധ്യതയുണ്ട്. നവോത്ഥാനം പരിപോഷിപ്പിക്കുന്നതിൽ സാഹിത്യം സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്നു. സാഹിത്യകാരന്മാരുടെയും അവരുടെ കൃതികളുടെയും അടിസ്ഥാനത്തിൽ പ്രസ്താവന സാധൂകരിക്കുക. 5 മാർക്ക് തന്നെയാണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് നവോത്ഥാനം സ്വാധീനിച്ച സാഹിത്യകാരന്മാർ, വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും ലഭിച്ച പ്രാധാന്യം, വിഖ്യാതരായ നിരവധി സാഹിത്യകാരന്മാരുടെ പ്രചാരണങ്ങൾ. അതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണുന്നത് ദാന്തെയും പെട്രാർക്ക്, ബൊക്കാച്ചിയോ, നിക്കോളോ മാക്കിയവെല്ലി തുടങ്ങിയ പ്രസിദ്ധരായ സാഹിത്യകാരന്മാരുടെ കൃതികൾ എങ്ങനെ അന്നത്തെ മാനവികതയെ സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്ക് സവിസ്തരം എഴുതി കഴിഞ്ഞാൽ 5 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത പാഠം എസ്സേ വരാൻ സാധ്യതയുള്ള 5 മാർക്കിൻ്റെ ചോദ്യം വരാൻ സാധ്യതയുള്ള അടുത്ത പാഠഭാഗം സമ്പത്തും ലോകവും എന്ന പാഠഭാഗമാണ്. അതിലൊന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വ്യാവസായിക വിപ്ലവം മനുഷ്യജീവിതത്തിൽ ഗുണകരവും ദോഷകരവുമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഇവ താരതമ്യം ചെയ്യുക. നമുക്കറിയാം, വ്യാവസായിക വിപ്ലവം മനുഷ്യജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത്. അതേ സമയത്ത് തന്നെ ജനങ്ങളെ അല്ലെങ്കിൽ തൊഴിലാളികളെയും അതുപോലെ തന്നെ കർഷകരെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരു ദോഷകരമായ മാറ്റങ്ങളും അവിടെ ഉണ്ടായിട്ടെന്ന് കാണാം. നമുക്ക് വിശദമായിട്ട് തന്നെ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 76 നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് തന്നെ എഴുതിയാൽ 5 മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്ന് തന്നെ ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഉള്ള മറ്റൊരു ചോദ്യമാണ് 5 മാർക്കിൻ്റെ. 1-ാം ലോക യുദ്ധാനന്തരം ഇറ്റലിയിലും ജർമ്മനിയിലും അധികാരത്തിൽ വന്ന സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുക. നമുക്കറിയാം, അതിൽ ഫാസിസം, ഇറ്റലിയിൽ ഉദയം ചെയ്ത ഫാസിസവും
ജർമ്മനിയിൽ വന്നിട്ടുള്ള നാസിസവും, ഫാസിസമാണെങ്കിൽ അതിൻ്റെ വക്താവ് മുസോളിനിയായിരുന്നു, നാസിസത്തിൻ്റെ വക്താവ് ഹിറ്റ്ലറായിരുന്നു. ഈ രണ്ട് ഫാസിസ്റ്റ് നേതാക്കന്മാരുടെയും നേതൃത്വത്തിലാണ് അവിടെ ഈ യൂറോപ്പിൽ ആകമാനം ഉണ്ടായിട്ടുള്ള സാമ്രാജ്യത്വ പ്രവണതകളുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഫാസിസവും നാസിസവും ഉദയം ചെയ്തത്. അതിൻ്റെ അനുരണനങ്ങൾ മറ്റ് പ്രദേശങ്ങളിലേക്കും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് ഇവരാണ്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഫാസിസം ഇറ്റലിയിലും നാസിസം ജർമ്മനിയിലും വളർന്നു വന്നതാണ്. അതിൻ്റെ സവിശേഷതകൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതിയാകും. ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തെ ഒരു സാമ്രാജ്യത്വ യുദ്ധമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെ മറ്റൊരു രൂപത്തിലും ചോദിച്ചേക്കാം. ഒന്നാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിക്കുക. രണ്ടും ഏകദേശം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആശയങ്ങൾ ഒന്നു തന്നെയാണ് വരുന്നത്. അതിൽ ഒന്ന് സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരമാണ്. രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും സമ്പത്ത് കൊള്ളയടിക്കാനും അല്ലെങ്കിൽ കോളനിവൽക്കരണത്തിനും വേണ്ടിയിട്ട് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിൽ കിടമത്സരം നിത്യസംഭവമായിരുന്നു. അത് രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തത് തീവ്രദേശീയത. എൻ്റെ രാജ്യമാണ് ഏറ്റവും മികച്ചത്, മറ്റുള്ളതെല്ലാം വളരെ മികവുറ്റതല്ല എന്ന തരത്തിൽ ദേശീയതയും അതിനപ്പുറത്തേക്ക് തീവ്രദേശീയതയും ആളിക്കത്തിക്കുന്ന തരത്തിൽ ചില നേതാക്കന്മാർ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് രാജ്യങ്ങൾ തമ്മിൽ കിടമത്സരത്തിന് കാരണമായിട്ടുണ്ട്, ശത്രുതയ്ക്ക് കാരണമായിട്ടുണ്ട്. അത് ഒന്നാം ലോകയുദ്ധത്തിന് കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണാം. മൂന്നാമത് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണമാണ്. എല്ലാ രാജ്യങ്ങളും എല്ലാം മികവുറ്റതായിരുന്നില്ല എന്നുള്ളതാണ്. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ശക്തിയും ബലഹീനതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്നാൽ നമ്മൾ ക്ഷയിച്ചു പോകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളുമായി സൈനിക സഖ്യത്തിലേർപ്പെട്ടു. അങ്ങനെ 2 സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അത് വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 കാരണങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ ആ മാർക്ക് 5 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന 6ാമത്തെ പാഠം. അതിൽ ഒന്നാമത്തെ ചോദ്യം 5 മാർക്കിൻ്റെ നമുക്ക് നോക്കാം. ഗ്രാമനഗരങ്ങളിൽ നിസ്സഹകരണ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു എന്ന് വിലയിരുത്തുക. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലെല്ലാം തന്നെ ഒരു വല്ലാത്തൊരു വികാരമുണ്ടാകും, അല്ലേ? നിരവധിയായിട്ടുള്ള മനുഷ്യർ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള നിരവധി മനുഷ്യരുടെ ത്യാഗം കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അത് മനസ്സിൽ വെച്ചിട്ടാവണം നമ്മൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാനായിട്ട്. അതിന് ആരൊക്കെയായിരുന്നു അതിൽ പങ്കാളികളായിരുന്നത് എന്ന് കൃത്യമായിട്ട് 5 പോയിൻ്റുകൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ പങ്കാളിത്തം, തൊഴിലാളികളുടെ പങ്കാളിത്തം, വിദ്യാർത്ഥികളും ഒട്ടും പിന്നിലായിരുന്നില്ല, അവരുടെ പങ്കാളിത്തം, ഗോത്ര ജനതയുടെ പങ്കാളിത്തം, കർഷകരുടെ പങ്കാളിത്തം, അങ്ങനെ ഓരോ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം 1ഓ 2ഓ സെൻറ്റൻസിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി മാറും. 5 മാർക്ക് വളരെ കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ബഹുജന സമരമായിരുന്നു നിയമലംഘന സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായ ഏടായിരുന്നു നിയമലംഘന സമരങ്ങൾ. ഈ സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെ ആയിരുന്നു എന്ന് പരിശോധിക്കുക. ഒരുപക്ഷെ രണ്ടും ഒരുപോലെ സാമ്യത ഉള്ള ചോദ്യമാണ്. നിയമലംഘന സമരവും അതുപോലെ തന്നെ ബഹുജന സമരമായിട്ടുള്ള നിസ്സഹകരണ സമരവും. ഇനി നമുക്ക് ഈ ബഹുജന സമരമായിട്ടുള്ള നിയമലംഘന സമരത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയും കർഷകരുടെ പങ്കാളിത്തം, തൊഴിലാളികളുടെ പങ്കാളിത്തം, ഗോത്രജനത, അത്രമേൽ കഷ്ടത അനുഭവിച്ചവരായിരുന്നു ഗോത്രജനത, അവരുടെ പങ്കാളിത്തം, സ്ത്രീകളുടെ പങ്കാളിത്തം, കച്ചവടക്കാർ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള വ്യവസായികളും കച്ചവടക്കാർ പോലും ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ആശയം പങ്കുവച്ചിരുന്നു, അവരുടെ പങ്കാളിത്തവും. ഈ 5 പേരുടെയും 5 വിഭാഗം ജനതയുടെയും പങ്കാളിത്തം വിശദമാക്കിയാൽ
5 മാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കിനി ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് എടുക്കാം. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച ആളാണ് മഹാത്മാഗാന്ധി. മറ്റ് നിരവധിയായിട്ടുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ പോലും അപ്പോൾ ഇവിടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായിട്ടും, പ്രത്യേകം ശ്രദ്ധിക്കുക, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായിട്ടും ക്വിറ്റ് ഇന്ത്യ സമരം രാജ്യം മുഴുവൻ വ്യാപിക്കാനിടയായ സാഹചര്യങ്ങൾ വിശദമാക്കുക. നമുക്കറിയാം 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ഒരു അവസാനത്തെ ഇന്ത്യ വിടുക എന്നാണ് അതിനർത്ഥം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെയുള്ള സന്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓരോ വിഭാഗത്തിൻ്റെയും പങ്കാളിത്തം എങ്ങനെയാണ് ഗാന്ധിജി ജയിലിൽ അടച്ചിട്ടും ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ എഴുതി ചേർക്കേണ്ടത്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകൾ, ഇവരുടെ പങ്കാളിത്തം അത് നമ്മൾ 1-2 സെൻറ്റൻസിൽ വിശദീകരിക്കുക. പോസ്റ്റ് ഓഫീസുകൾ, കമ്പിത്തപ്പാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ ഇവ ആക്രമിക്കപ്പെട്ടു. കാരണം ഇതൊരു അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയിലാണ് ഈ സമരത്തെ ഭൂരിഭാഗം ജനങ്ങളും നേതാക്കന്മാരും കണ്ടത്. അതുകൊണ്ട് തന്നെ സമരം അക്രമാസക്തമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹിയ, അരുണ അസഫ് അലി, സുചേത കൃപലാനി തുടങ്ങിയവരുടെ നേതൃത്വം. അപ്പോൾ ഗാന്ധിജി ജയിലിലടക്കപ്പെട്ടതിന് ശേഷം ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പേറി നടന്നിരുന്ന ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. മറ്റൊരു ആശയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെട്ട പ്രദേശങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ സമരത്തിൻ്റെ വളരെയധികം ശക്തമായി മുന്നോട്ട് പോയപ്പോൾ തന്നെ ചില പ്രദേശങ്ങൾ ഈ സമരക്കാർ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും അവിടെ ഉടൻ തന്നെ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തത് ഇത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അധിക നാൾ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ധ്വനി തന്നെയായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് അടിയന്തര ലക്ഷ്യമാക്കി മാറ്റി പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് 1942 ക്വിറ്റ് ഇന്ത്യ സമരം എന്ന കാര്യം ഓർക്കണം. 1942 ശേഷം ഇനി ഒരു നിമിഷം പോലും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിലനിർത്തുന്നില്ല എന്ന വാശിയോടുകൂടി തന്നെയായിരുന്നു ആബാലവൃദ്ധം ജനങ്ങളും ഈ സമരത്തിനെതിരെ ഒന്നടങ്കം പോരാടിയത് എന്നുള്ളത് ഇതിലൂടെ നമ്മൾ അവസാനത്തെ ഒരു വരിയായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതാണ്. 5 മാർക്കും സ്കോർ ചെയ്യാൻ ഈ പോയിന്റുകൾ തന്നെ ധാരാളമാകും. ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാം. പാഠം 8 ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നോക്കാം. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ താഴെ കൊടുത്ത സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കുക. 1. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം. നമ്മൾ ഇന്ന് കാണുന്നതാണ് രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം. അഴിമതി. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണെങ്കിലും ആ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഈ അഴിമതി എന്ന് പറയുന്നത് നമുക്ക് പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാം. നേരത്തെ അത് കേന്ദ്ര ഗവൺമെൻറ്റിലെ അഴിമതിയൊക്കെ നമുക്ക് കാണാമായിരുന്നു. അതുപോലെ വർഗീയത ഏറ്റവും വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിൽ പല രീതിയിലാണ് അത് നമ്മളെ വല്ലാതെ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കുക. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം ഒരു പോയിൻ്റാണ്. രാഷ്ട്രീയ പ്രവർത്തകരോ നേതാക്കന്മാരോ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണത്തിന് കാരണമാകുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ എത്തുന്നത് ഇത് രണ്ടും രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണമാണ്. മറ്റൊന്ന് അഴിമതിയാണ്. അത് കുറച്ചുകൂടെ വിശദീകരിച്ച് എഴുതുക. പ്രധാനപ്പെട്ട പോയിൻ്റ് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്ന നല്ല പോയിൻ്റുകൾ കൂട്ടിച്ചേർത്ത് ഒരു പേജ് 1.5 പേജിലേക്ക് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 5 മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും. അഴിമതിയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അനധികൃതമായി പണം കൈപ്പറ്റൽ. ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്നു. നമുക്കറിയാലോ, പലപ്പോഴും പല ആവശ്യങ്ങളും ആയിട്ട് ഉദ്യോഗസ്ഥരെ സമീപിക്കുന്ന സമയത്ത് അവരൊക്കെ തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ പണം കൈപ്പറ്റുന്നത് കാണാം. അപ്പോൾ ജനങ്ങൾക്ക് നിയമപരമായി ലഭിക്കേണ്ട അവകാശമാണ്. എന്നാൽ ഇവർ ജനങ്ങളിൽ നിന്ന് പണം വസൂലാക്കി പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന അവസ്ഥയുണ്ട്.
ജനാധിപത്യത്തിലുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ തന്നെ സർക്കാർ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നിരവധി പേരാണ് കൈക്കൂലി കേസിൽ ജയിലകപ്പെടുന്നതും അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ. അങ്ങനെയുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നുണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കണം. മറ്റൊരു പ്രധാന പ്രശ്നമാണ് വർഗീയത, മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കൽ. ഇതെപ്പോൾ തുടങ്ങിയതാ? ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ സ്വാധീനം പിന്നീട് ഇങ്ങോട്ടും നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിൽ വർഗീയ വേർതിരിവ് അല്ലെങ്കിൽ ചേരിതിരിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഭീഷണി ഉയർത്തുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിൽ നിന്ന് വരാൻ സാധ്യത, ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഗവർണർമാരുടെ പങ്ക് നിർണായകമാണ്. താഴെ കൊടുത്ത സൂചനകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവന സാധൂകരിക്കുക. ഒന്ന് നിയമനിർമ്മാണ അധികാരങ്ങളാണ്, മറ്റൊന്ന് വിവേചന അധികാരങ്ങളാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും നിയമിക്കപ്പെടുന്ന ഗവർണറും അതുപോലെ തന്നെ അവിടുത്തെ സർക്കാരും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതിൽ കൃത്യമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞ് എഴുതി ചേർത്തിട്ടുണ്ട് എന്താണ് ഗവർണറുടെ അധികാരങ്ങൾ, അവരുടെ ചുമതലകൾ എന്നുള്ളത്. ഇവിടെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഊന്നിക്കൊണ്ട് ഇതിനെ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ. അത് വളരെ കൃത്യമായിട്ട് പാഠപുസ്തകത്തിലെ 176 പേജിൽ കൊടുത്തിരിക്കുന്ന നിയമനിർമ്മാണാധികാരങ്ങളിലെ 5 പോയിൻറ്റുകളിൽ 5 ആശയങ്ങൾ താഴെ എഴുതി വയ്ക്കാം. മറ്റൊന്ന് ആശയം പറയുന്നത് വിവേചന അധികാരങ്ങളാണ്. ഗവർണറുടെ വിവേചന അധികാരം അത് 177 പേജിലെ വിവേചന അധികാരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ എഴുതിയാൽ മതിയാകും. പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഈ 11 ചോദ്യങ്ങളും വിവിധ പാഠഭാഗങ്ങളിൽ നിന്ന് 5 മാർക്കിന് വരുന്ന ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ഈ ആശയങ്ങൾ കൃത്യമായിട്ട് വായിച്ച്, ഇത് പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രമാണ്, ഇതിനോടനുബന്ധമായിട്ടുള്ള ആശയങ്ങൾ കൂടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചെടുത്ത് നോട്ട് കുറിച്ചുകൊണ്ട് നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ, കാരണം A+ പോവാനുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ് ഈ 5 മാർക്ക് എന്നുള്ളത്. ഒരിക്കലും അത് മിസ് ചെയ്യരുത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.